ഹായ്, ആർ യു ലുക്കിംഗ് ഫോർ പ്രഗ്നൻസി? അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഹെൽത്തി ടിപ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് വർക്കൗട്ട് അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നതാണ് കുറച്ച് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. അതായത് നിങ്ങളിപ്പോൾ എക്സസ് ആയിട്ട് കഫീൻ എടുക്കുന്ന ആൾ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ തന്നെയാണ് സ്മോക്കിംഗ് ആൻഡ് എക്സസീവ് ഡ്രഗ് യൂസേജ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ വരുന്നതാണ് മെഡിക്കേഷൻസ്. ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ സെൽഫായിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ സപ്ലിമെൻറ്റേഷൻ. 3 months പ്രയോറെങ്കിലും മിനിമം നമ്മൾ ഫോളിക് ആസിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽസും അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ലെവൽസും ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് മാനേജ്മെൻറ്റ്. നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, അതായത് നമ്മുടെ പ്രോപ്പർ BMI നമ്മൾ നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ പ്രോപ്പർ BMI മാനേജ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് പ്രോപ്പർ സപ്ലിമെൻറ്റേഷൻ. അറ്റ്ലീസ്റ്റ് ഒരു 3 month പ്രയോറെങ്കിലും ഫോളിക് ആസിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി ആൻഡ് കാൽഷ്യം ലെവൽസ് പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനും ഒരു പ്രോപ്പർ അഡ്വൈസോട് കൂടി സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു.